പ്രളയത്തോടൊപ്പം ജീവിക്കുക. തമ്പ് ഇതാണ്, പ്രളയത്തോടൊപ്പം ജീവിക്കുക. കേട്ടാൽ നമുക്കൊരു അസ്വസ്ഥത തോന്നും. ലീവ് വിത്ത് നാച്ചർ, പ്രകൃതിയോടൊപ്പം ജീവിക്കുക. കേട്ടാൽ നമ്മുടെ മനസ്സിൽ ഉടനെ പോവും പ്രകൃതിയിൽ ഒന്നും തൊടാൻ പാടില്ല, അങ്ങ് പോകണമെന്നാണ്. ഒന്നും തുടരുത്, കാട് തുടരുത്, പുഴ തുടരുത്, ഒന്നും തുടരുത്, അങ്ങനെയല്ല. ലീവ് വിത്ത് ഫ്ലഡ്, ലീവ് വിത്ത് ഡ്രോട്ട്, ലീവ് വിത്ത് ഡിസാസ്റ്റേഴ്സ്, ദുരന്തങ്ങളോടൊപ്പം ജീവിക്കുക. ഇതാണ് ഇനി കേരളത്തിന് വേണ്ടത്. ദുരന്തം നോർമലായി കഴിഞ്ഞു, പിന്നെ ഇനിയിപ്പോൾ അതോടൊപ്പം ജീവിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. ഷുഗർ വന്നു എൻ്റെ ബോഡിയിൽ, ഷുഗറിനോടൊപ്പം ജീവിക്കുക. BP വന്നു, BPയോടൊപ്പം ജീവിക്കുക. മരിച്ചു കളയാൻ പറ്റും. അപ്പോൾ ബോഡിക്ക് കേട് വന്നതുപോലെ, ബോഡിക്ക് ഇല്ലാത്ത അസുഖങ്ങൾ വന്നതുപോലെ ഭൂമിക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനോടൊപ്പം ജീവിക്കുക. എങ്ങനെ? അതാണ് മലയാളി തിരിച്ചറിയേണ്ടത്. ഒന്ന്, പ്രളയത്തിൻ്റെ മുന്നറിയിപ്പ്, ഉരുൾപൊട്ടലിൻ്റെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വലിയ തോതിൽ ഇനിയും മെച്ചപ്പെടണം. ഇപ്പോൾ ജില്ലാ തലത്തിലൊക്കെയാണ് മഴയുടെ അറിവ്, അതിനിയും ബ്ലോക്ക് തലം, പഞ്ചായത്ത് തലത്തിലേക്കൊക്കെ നമുക്ക് അറിവ് കൊടുക്കണം. നാട്ടിൽ ഒരുപാട് ഏജൻസികൾ മഴ മുന്നറിയിപ്പ് നടത്തുന്നുണ്ട്, മഴയുടെ ഡേറ്റ എടുക്കുന്നുണ്ട്. IMD മാത്രമല്ല, മുഴുവൻ ഡേറ്റയെയും സംസ്ഥാന ഡേറ്റാ സെൻറ്റർ, റെയിൻ ഡേറ്റാ സെൻറ്റർ സംസ്ഥാനത്ത് തുറന്ന് മുഴുവൻ ഡേറ്റയും ഒരിടത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ നിന്ന് അറിയിപ്പുകൾ പോകണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മഴയുടെ മുന്നറിയിപ്പിൽ, പ്രവചനത്തിൽ വലിയ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട്. ഇനി മുന്നറിയിപ്പ് കിട്ടിയാൽ, ജില്ലയ്ക്കാണ് അലർട്ട് കിട്ടിയാൽ, ജില്ലയിൽ എവിടെയൊക്കെയാണ് ഹോട്ട്സ്പോട്ടെന്ന് ഇപ്പോൾ തന്നെ ഈ സമയം കിട്ടുന്ന സമയം അനുസരിച്ചുകൊണ്ട് ജില്ലയിലെ ക്ലൈമാറ്റിക് ഹോട്ട്സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലം, സേഫായിട്ടുള്ള സ്ഥലം, പ്രളയം വരാൻ സാധ്യതയുള്ള സ്ഥലം, പ്രോബബിളായിട്ടുള്ള, പോസിബിളായിട്ടുള്ള സ്ഥലം. ചിലപ്പോൾ മാറിയൊക്കെ വരും, മഴയും വെള്ളവും ഒക്കെ അല്ലേ, അതങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. എന്നാലും ലെസ്, മിനിമം, അങ്ങനെയൊക്കെ ഒരു ധാരണയുണ്ടാക്കി വയ്ക്കണം. രണ്ടാമത്തെ കാര്യം. 3, ഇപ്പോൾ മഴ പെയ്തിപ്പോൾ ഒന്ന് തോർന്ന് നിൽക്കുകയാണ്. ഡ്രെയിനേജ് ബ്ലോക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഇപ്പോൾ ക്ലീൻ ചെയ്യണം. മാലിന്യങ്ങളെല്ലാം വാരിക്കളഞ്ഞ് ഡ്രെയിനേജ് ബ്ലോക്ക് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം. എങ്കിലേ ബാക്കിയുള്ള വെള്ളത്തിന് ഒഴുകിപ്പോകാനും നിൽക്കാനും ഒക്കെ കഴിയുള്ളൂ. മാലിന്യം ഒരു കാരണവശാലും പുഴയിലും തോട്ടിലും ഇടില്ല എന്ന് ജനങ്ങൾ തീരുമാനിക്കണം. മണ്ണിലും ഇടാൻ പാടില്ല, മണ്ണിലിട്ടാൽ മതി, അത് പുഴയിൽ, മഴയത്തെടുത്ത് പുഴയിലോട്ടെടുത്തുകൊണ്ട് പോകും. മാലിന്യം വലിച്ചെറിയില്ല. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മറ്റ് മാലിന്യങ്ങളൊക്കെ, ലയിച്ചു പോകുന്ന മാലിന്യങ്ങൾ, കരപദാർത്ഥങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, അതൊക്കെ ഓക്കെ, അത് പക്ഷിമൃഗാദികൾ എടുത്തുകൊണ്ട് പോകും. കുറച്ചൊക്കെ മണ്ണിൽ ലയിക്കും, കുറച്ചൊക്കെ വെള്ളത്തിലൊക്കെ പോയാലും അതങ്ങ് പോകും. പക്ഷേ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വലിയ മണ്ണിൽ ലയിക്കാത്ത, ഭൂമിയിൽ ലയിക്കാത്ത ഒരു സാധനവും കുഴിച്ചിടില്ല. അല്ലെങ്കിൽ അത് പിന്നെ കുഴിച്ചുവിടില്ല, കത്തിക്കത്തില്ല, അതിങ്ങനെ പരത്തിയിടുകയുമില്ല. മണ്ണിലിടില്ല, പുഴകളിൽ ഒട്ടുവിടില്ല. ഗൗരവമായി ആലോചിക്കണം. പ്രാദേശിക അടിസ്ഥാനത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് തോടുകളെല്ലാം ക്ലീൻ ചെയ്യണം. പുല്ലൊക്കെ വെട്ടിക്കളഞ്ഞ് തോടുകളെല്ലാം ക്ലീൻ ചെയ്തിടണം. അപ്പോൾ ജലസ്രോതസ്സുകൾ ക്ലീൻ ചെയ്യുക, കരഭാഗം ക്ലീൻ ചെയ്യുക. ക്ലീനിങ്ങിൻ്റെ ഒരു ഡ്രൈവ് പ്രാദേശിക തലത്തിൽ നടക്കണം. പരമാവധി സ്ഥലങ്ങളിൽ രാമച്ചവും മുളംകൊന്ന, ശീമക്കൊന്നയും മുളയും ഒക്കെ പോലുള്ള വെള്ളത്തെ ഒരുപാട് സംരക്ഷിക്കപ്പെടുന്ന സംവിധാനങ്ങൾ പറമ്പുകളിലൊക്കെ ആലോചിക്കണം. ഈ പറമ്പുകളൊക്കെയാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്. ചരിവ് കൂടിയ പ്രദേശങ്ങളിൽ മണ്ണടക്കമുള്ള കൃഷികൾ ചെയ്യരുത്. ചെയ്തിട്ടുണ്ടെങ്കിൽ മണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്തോണം. വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് ഗൗരവമായി ആലോചിക്കണം പഞ്ചായത്തുകൾ. എല്ലാ പഞ്ചായത്തിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കണം. അത് ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യണം. തുടക്ക സ്ഥലത്ത് വേണ്ട. അതായത് ആപത്ത് കൂടാൻ സാധ്യതയുള്ള പഞ്ചായത്തുകൾ ആദ്യം ചെയ്യണം. എവിടെയാണ് വളരെ കൂടാൻ സാധ്യതയുള്ളത്? മലനാട് പ്രദേശം, തീരപ്രദേശമാണ്. അത് കഴിഞ്ഞിട്ട് ഇടനാട്ടിലേക്ക് ചെയ്താൽ മതി. ഇടനാട്ടിൽ ചെയ്യുമ്പോൾ തന്നെ നദീതീരങ്ങൾക്ക് അടുത്ത് കിടക്കുന്ന സ്ഥലം ആദ്യം ചെയ്യണം. അങ്ങനെ ഒരു പ്രയോറിറ്റൈസ് ചെയ്ത് കേരളത്തെ 250 വീതമോ 200, 300 വീതമുള്ള പഞ്ചായത്തുകളായി തരംതിരിച്ച് ആ പഞ്ചായത്തുകൾക്ക് അടിയന്തരമായി ട്രെയിനിങ് കൊടുത്ത് പ്ലാൻ ഉണ്ടാക്കിക്കണം. ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം, മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടാവണം. എല്ലാ പഞ്ചായത്തിലും ഒരു 100 പേരെങ്കിലും വീതം പരിശീലിപ്പിച്ചുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സേനയുണ്ടാക്കണം. കുട്ടികൾക്കുൾപ്പെടെ എല്ലാ സംസ്ഥാനത്തെ എല്ലാ കുളങ്ങളും
പരമാവധി വൃത്തിയാക്കി, അമ്പലക്കുളങ്ങളുണ്ട്, ധാരാളം കുളങ്ങളുണ്ട്, വൃത്തിയാക്കി നീന്തൽ കേന്ദ്രങ്ങളാക്കി മാറ്റണം. കുട്ടികൾക്ക് നല്ല സൂപ്പർ സാധനമായിരിക്കും. നീന്തൽ പഠിപ്പിക്കണം, പിള്ളേരെയും മുതിർന്നവരെ എല്ലാം. അതായത് ഇനിയിപ്പോൾ നീന്തൽ പഠിക്കാതെ ഇവിടെ ജീവിക്കാൻ ഒക്കില്ല. കരയിൽ റോഡിൽ പുഴയാവുന്ന നാടായി മാറിയില്ലേ. പ്രിക്കോഷനുകൾ കൃത്യമായി എടുക്കാൻ ആളുകൾ മനസ്സിലാക്കണം. അതുപോലെ ഇവിടുത്തെ ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ലോഡ്ജുകളിലൊക്കെ ഒരു ധാരണ ഗവൺമെൻറ്റിലെത്തണം. പ്രളയമുണ്ടായാൽ, ഉരുൾപൊട്ടലുണ്ടായാൽ അവരുടെ റൂമുകൾ വളരെ കുറച്ച് ദിവസത്തേക്ക് അവർ എന്ത് തരണം? ഫ്രീ ആയിട്ട് തരണം. ഇമ്മീഡിയറ്റ് മാറ്റാൻ. സ്ഥിരമായിട്ട് മാറ്റാൻ നമുക്ക് വേറെ ക്യാമ്പും മറ്റു കാര്യങ്ങളും ആലോചിക്കാം. പിന്നെ ക്യാമ്പുകളും ആലോചിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്കൂൾ മാത്രം പോരാ, സൗകര്യങ്ങൾ ഒരുക്കണം. പഞ്ചായത്തുകളിൽ സൗകര്യങ്ങൾ ഒരുക്കണം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും നല്ല സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങുക. ആ സാംസ്കാരിക കേന്ദ്രങ്ങൾ ഈ പർപ്പസുകൾക്ക് ഉപയോഗിക്കാം. അല്ലാത്തപ്പോൾ വാടകയ്ക്ക് കൊടുക്കാം, സാംസ്കാരിക കേന്ദ്രങ്ങളായിട്ട് പ്രയോഗിക്കാം. നല്ല ഹാളുകളൊക്കെ പണിയുക. CSR പൈസയൊക്കെ മേടിച്ച്, ആളുകളിലിരിക്കുന്ന പൈസയൊക്കെ മേടിച്ച് ചെയ്യുക. അപ്പോൾ ഒരു വശത്ത് മണ്ണ് ജല ജൈവ സംരക്ഷണം നടക്കണം, മഴവെള്ള സംഭരണം നടക്കണം, ഭൂജല പരിപോഷണം നടക്കണം. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ മാലിന്യ സംസ്കരണം നടക്കണം, പച്ചപ്പുണ്ടാക്കാനുള്ള പണി നടക്കണം, മുന്നറിയിപ്പ് കൊടുക്കാനുള്ള പണി നടക്കണം. ഇങ്ങനെ ബഹുമുഖമായ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പ്ലാൻ ഉണ്ടാകണം. അടുത്തൊരു 6 മാസക്കാലം മഴ കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മഴയത്ത് കയറി ചെയ്യാൻ പറ്റത്തില്ല, മഴ കഴിഞ്ഞാൽ ഒക്ടോബറൊക്കെ ആകുമ്പോൾ ഒന്ന് പിടിച്ചോളൂ. നവംബർ, ഡിസംബർ, ജാനുവരി മാസങ്ങൾ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെ പോവാം. നവംബർ 2, ഈ വർഷത്തെ നവംബർ 1 കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുഴുവൻ പ്രദേശങ്ങളിലും ഗവർണർ ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ സകല പേരും കൈലിയും ലുങ്കിയും തോർത്തും ഇട്ട് ലുങ്കിയും എടുത്ത് ഷട്ടിടാം, രംഗത്തിറങ്ങണം. സകല സ്ഥലവും വൃത്തിയാക്കണം കേരളത്തിൽ. അതൊരു ഡ്രൈവായിട്ട് തന്നെ എടുക്കണം നമ്മൾ. ചൈനയിലൊക്കെ ചെയ്തിട്ടുണ്ടെന്നേ. സ്കൂൾ അടച്ചിട്ടിട്ടുണ്ട്, അവിടെ കോളേജ് അടച്ചിട്ടുണ്ട്. നമ്മൾ ജീവിച്ചിരുന്നിട്ടല്ലേ നല്ല വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമുള്ളൂ. സകല സംഘടനകളെയും പുറത്തിറങ്ങണം, സകലവരെയും, അന്യസംസ്ഥാന തൊഴിലാളികളെയും പറയണം, തൊഴിലുറപ്പ് എല്ലാവരെയും. നവംബർ മാസം മുതൽ ഒക്ടോബർ 2 ആരംഭിച്ചാൽ വളരെ നല്ലത്. കാര്യം മഴ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ നവംബറിലേക്ക് പിടിച്ചത്. നവംബർ 1 മുതൽ നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 6 മാസക്കാലം കിട്ടും. മെയ് വരെയും പോവാം. നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 7 മാസം കിട്ടും. അതിൽ 6 മാസം കേരളം നമ്മൾ ക്ലീൻ ചെയ്യും. ഗൃഹസന്ദർശന പരിപാടി, റോഡിൻ്റെ സന്ദർശനം, പുഴകളുടെ സന്ദർശനം, പുഴയുടെ മാലിന്യം മാറ്റൽ, റോഡിലെ മാലിന്യം മാറ്റൽ കംപ്ലീറ്റ് നമ്മൾ കൈകാര്യം ചെയ്യും. ഡ്രഡ്ജ് ചെയ്യേണ്ട തോടുകളൊക്കെ ഡ്രഡ്ജ് ചെയ്യും. ഇതെല്ലാം ഒരു 6 മാസക്കാലം കൊണ്ട് സകല ആളുകളെ, അവിടെ പിന്നെ വേറെ ന്യായമില്ല. അതിനുവേണ്ടി പണം വേണമെങ്കിൽ ചെറിയ സെസ് ഏർപ്പെടുത്തിയാലും കുഴപ്പമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ചെറിയ സെസ് എന്തിലെങ്കിലും ഏർപ്പെടുത്തി ഒരു 6 മാസക്കാലത്തേക്ക് ഒരു സെസ് ഏർപ്പെടുത്തി ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. മുഖ്യമന്ത്രി ചാനലുകളിൽ വരണം, മുഖ്യമന്ത്രി ബൈറ്റുകൾ കൊടുക്കണം, മുഖ്യമന്ത്രിൻ്റെ ലീഡ് എടുക്കണം. നിങ്ങൾ ഹരിത MLA ആണ് പഴയ. എടുത്ത് വളരെ കൃത്യമായി ഒരു ക്യാമ്പയിൻ നടത്തി ഒരു വൃത്തി കേരളത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കട്ടെ. എന്തായാലും വളരെ ഭംഗിയായ എല്ലാവിധ ഇടപാടുകളും ചെയ്തുകൊണ്ട് കേരളത്തിലെ മഴയെയും പ്രളയത്തെയും ഉരുൾപൊട്ടലിനെയും പ്രതിരോധിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് കേരള സമൂഹം മാറട്ടെ.